Mesmerizing wedding collection. Tejaswini by Chungat Jewelry. ഇടശ്ശേരി ജ്വല്ലറി കാലടി. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ലൈറ്റ് വെയ്റ്റ് 916 സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കുന്ന കാലടിയിലെ ജനപ്രിയ ജ്വല്ലറി ഇടശ്ശേരി ജ്വല്ലറി കാലടി. ഉടമസ്ഥരില്ലാത്ത സമയം നോക്കി കടമുറി കയ്യേറിയ അഭിഭാഷകനെതിരെ വ്യാപാരികളുടെ പ്രതിഷേധം. അങ്കമാലി സെൻട്രൽ ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന VJ മെഡിക്കൽസിന്റെ മുറി അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കോട്ടയ്ക്കൽ കയ്യേറി എന്നാണ് പരാതി. അങ്കമാലി സെൻട്രൽ ജംഗ്ഷനിൽ ആനന്ദഭവൻ ഹോട്ടലിന് എതിർവശത്തുള്ള VJ മെഡിക്കൽസ് എന്ന സ്ഥാപനത്തിന്റെ മുകൾ നിലയിലുള്ള മുറിയിലാണ് നാടകീയ സംഭവങ്ങൾ അരങ്ങേറിയത്. അങ്കമാലി നഗരസഭ 24-ാം വാർഡിൽ 279-ാം നമ്പറിലുള്ളതാണ് ഈ മുറി. VJ മെഡിക്കൽ സ്റ്റോറിന്റെ ഉടമസ്ഥരായ അങ്കമാലി സ്വദേശികൾ MT ജോയിയുടെയും MP വർക്കിപ്പിള്ളയുടെയും പേരിലാണ് മുറി. ഇതേ കെട്ടിടത്തിലുള്ള 278-ാം നമ്പർ മുറിയുടെ ഉടമയാണ് അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കോട്ടയ്ക്കൽ. മെഡിക്കൽ സ്റ്റോർ ഉടമയായ MT ജോയി കഴിഞ്ഞ കുറച്ചു ദിവസം ഗോവയിലായിരുന്നു. ഈ സമയം നോക്കി അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ മെഡിക്കൽ സ്റ്റോറിന്റെ മുറിയുടെ താഴു തകർത്ത് പുതിയ താഴിട്ട് പൂട്ടുകയായിരുന്നു എന്നാണ് ഉടമ ജോയി പറയുന്നത്. ഞാൻ ഗോവയ്ക്ക് എൻ്റെ മകൻ്റെ അടുത്ത് പോയപ്പോൾ ഞാൻ 2013 വാങ്ങിച്ച മുറിയാണ്. ഈ 4 മുറി എൻ്റെ കസ്റ്റഡിയിലായിരുന്നത്. ഒരു ദിവസം ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഈ മുറി കൂട്ട് പൊളിച്ചിട്ടേക്കായിരുന്നു. ഇത് കഴിഞ്ഞാൽ ഞാൻ ഇത് കഴിഞ്ഞപ്പോൾ ഇവൻ എൻ്റെ ആണെന്നും പറഞ്ഞുകൊണ്ട് അവകാശം സ്ഥാപിച്ചാണ്. ഞാനതിന് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തത്. അതുകൊണ്ട് പോലീസുകാർ വിളിച്ചു. സർക്കിളിൻ്റെ നേതൃത്വം തീർക്കാമെന്ന് പറഞ്ഞ് സർക്കിൾ ഇതിലും വന്നിട്ടില്ല. ഇപ്പം ഞാൻ അസോസിയേഷൻ പരാതിപ്പെട്ടു. അസോസിയേഷനിലെ ആളുകൾ ഇവിടെ വന്ന് എനിക്ക് സംരക്ഷണം തന്നുകൊണ്ടിരിക്കുന്നു. മുറിയുടെ ഷട്ടറിന്മേൽ വക്കീലിന്റെ ബോർഡ് പതിപ്പിക്കുകയും ചെയ്തു. മെഡിക്കൽ സ്റ്റോർ ഉടമകളുടെ പരാതിയെ തുടർന്ന് അങ്കമാലി പോലീസും മർച്ചന്റ്സ് അസോസിയേഷൻ ഭാരവാഹികളും സ്ഥലത്തെത്തി. പോലീസ് സ്റ്റേഷനിൽ പരാതി നിലനിൽക്കെ മെഡിക്കൽ സ്റ്റോറിന്റെ മുറി കയ്യേറിയ അഭിഭാഷകന്റെ നടപടി യാതൊരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ലെന്ന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ സെക്രട്ടറി NV പോളച്ചൻ പറയുന്നു. ഈ സംഭവം നടക്കുന്നത് ആനന്ദവൻ ഹോട്ടലിന് മുന്നിലുള്ള ഒരു സ്ഥാപനമാണത്. ഈ സ്ഥാപനത്തിന്റെ 2ാം നിലയിൽ പ്രവർത്തിക്കുന്ന 2 മുറികളാണ് ഇവിടെ ഒരു തർക്ക വിഷയം. 2 മുറികളിൽ 278 എന്ന് മുനിസിപ്പാലിറ്റി നമ്പർ ഇട്ട് കൊടുത്തിരിക്കുന്ന മുറി ഒരു സെബാസ്റ്റ്യൻ കോട്ടയ്ക്കലിൻ്റെതാണ്. അത് അംഗീകരിക്കപ്പെടുന്ന കാര്യമാണ്. അത് കൊടുത്തിട്ടുള്ളത് മിസ്റ്റർ ജോസാണ്. ഈ ജോസാണ് ഈ മുറി 2013 ആധാരം ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അതിന് തൊട്ട് ചേർന്ന് നടക്കുന്ന മുറി മുനിസിപ്പൽ നമ്പർ തന്നെ ഉള്ളതും എല്ലാവിധ അധികാരങ്ങളും ശ്രീ VJ ജോയിക്കുള്ളതാണ്. ഈ ജോയിയുടെ ഉടമസ്ഥതയിലുള്ള മുറിയിൽ 278-ലുള്ള സെബാസ്റ്റ്യൻ കോട്ടയ്ക്കൽ എന്ന് പറഞ്ഞ വ്യക്തി അതിക്രമിച്ച് കയറിക്കൊണ്ട് അദ്ദേഹത്തിന്റെ ഓഫീസ് സംവിധാനങ്ങൾ ആ മുറിയിലും കൂടി പ്രവർത്തിക്കുന്ന ഒരു രീതിയിലേക്ക് വന്നപ്പോൾ സംഘടനയിലെ VJ ജോയി ഞങ്ങൾക്ക് പരാതി നൽകുകയുണ്ടായി. ഇവിടെ വന്ന് ഞങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ തികച്ചും ജോയിയുടെ ഭാഗത്ത് ന്യായം ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കി. 2013 ഈ മുറികൾ ആധാരം ചെയ്ത ഈ ജോസ് നമ്മുടെ ഒപ്പം തന്നെയുണ്ട്. അദ്ദേഹം 272 സ്ക്വയർ ഫീറ്റ് അല്ലെ 252 സ്ക്വയർ ഫീറ്റിന് കൃത്യമായിട്ട് ആധാരം ചെയ്ത് മുറിയുടെ എലിക അടക്കം കാണിച്ച് ആധാരം ചെയ്ത് ശ്രീ കോട്ടയ്ക്കലിന് സെബാസ്റ്റ്യൻ കോട്ടയ്ക്കലിന് കൊടുത്തിട്ടുള്ളതാണ്. അപ്പൊ തൊട്ടടുത്ത് കിടക്കുന്ന മുറി ജോയിയുടെ ഉടമസ്ഥതയിലുള്ളതാണ്. അദ്ദേഹത്തിന്റെ മുറി അദ്ദേഹത്തിന്റെ മെഡിക്കൽ സാധനങ്ങൾ സൂക്ഷിക്കാൻ എല്ലാത്തിനും അദ്ദേഹത്തിന്റെ ഗോഡൌണായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ചു കാലം അദ്ദേഹം ഒരാഴ്ച അദ്ദേഹത്തിന്റെ മകന്റെ അടുത്തേക്ക് പോകാനുണ്ടായ സമയത്ത് അതിക്രമിച്ച് കയറി ഇദ്ദേഹം ആ മുറി കൂടി കൈവശപ്പെടുത്താൻ ശ്രമിച്ചു. അത് അങ്കമാലി പോലീസ് സ്റ്റേഷനിൽ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ കേസിന്റെ വിധി ഒന്നും ആവാത്ത സമയത്ത് ഇന്ന് വീണ്ടും അതിക്രമിച്ച് കയറി ഷട്ടർ താത്തിയിട്ട് ഷട്ടറിന് പുതിയ താഴിട്ട് പൂട്ടിക്കൊണ്ട് അദ്ദേഹത്തിന്റെ ബോർഡ് സ്ഥാപിക്കുകയും എല്ലാ കോടതി നടപടി നോട്ടീസുകൾ ഇതെല്ലാം അവിടെ ഒട്ടിച്ചു വയ്ക്കുകയും ചെയ്യേണ്ടായി. ഇപ്പൊ പോലീസ് വന്ന് പോലീസിന്റെ സംരക്ഷണത്തിൽ നിന്നുകൊണ്ട് തന്നെ ഞങ്ങൾ ആ സാധനങ്ങളെല്ലാം മാറ്റി. ഞങ്ങളുടെ ആവശ്യം ഒരു നിർബന്ധമായിട്ടും അദ്ദേഹത്തിന്റെ മുറി ഉപയോഗിക്കാം. ജോയിയുടെ മുറി ജോയിക്കും ഉപയോഗിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും പോലീസിന്റെ ഭാഗത്തുനിന്നും കോടതിയുടെ ഭാഗത്തും ഉണ്ടാകണം എന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. കയ്യേറിയ മുറിക്ക് മുന്നിൽ ഇരിപ്പുറപ്പിച്ച വക്കീൽ അവിടെ നിന്ന് മാറാൻ കൂട്ടാക്കിയില്ല. ഇത് വലിയ വാഗ്വാദങ്ങൾക്ക് കാരണമായി. MT ജോയി നികുതികൾ അടച്ച് ഉപയോഗിച്ചു വരുന്ന മുറിയാണ് അഭിഭാഷകൻ കയ്യേറിയതെന്നും ഇത് നിയമവ്യവസ്ഥയോടുള്ള വെല്ലുവിളിയാണെന്നും അങ്കമാലി മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ജോണി കുര്യാക്കോസ് പറഞ്ഞു. ശ്രീ MT ജോയി ഇവിടെ VJ മെഡിക്കൽസ് എന്ന് പറയുന്ന സ്ഥാപനം നടത്തുന്ന വ്യക്തിയാണ്. ഇദ്ദേഹം ഞങ്ങളുടെ സംഘടനയിലെ അംഗമാണ്. ഇദ്ദേഹത്തിന്റെ മുറി മറ്റൊരു വ്യക്തി വന്ന് കയ്യേറിയിരിക്കുന്നു എന്ന് പറഞ്ഞൊരു പരാതി തന്നതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ സംഘടനാ ഭാരവാഹികളും എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളും മുൻ പ്രസിഡന്റുമാരും
ഞങ്ങളുടെ ജില്ലാ സെക്രട്ടറിയും ഇവിടെ വന്ന് ഞങ്ങൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയപ്പോൾ ഇദ്ദേഹം കരമടച്ച് മുനിസിപ്പൽ ടാക്സ് അടച്ച് ഇദ്ദേഹത്തിന്റെ പൂർണ്ണ കൈവശാവകാശത്തിൽ ഇരിക്കുന്ന കഴിഞ്ഞ 20 വർഷമായിട്ട് ശ്രീ MT ജോയിയുടെ കൈവശാവകാശത്തിൽ ഇരിക്കുന്ന മുറി യാതൊരു അവകാശവും ഇല്ലാത്ത ഒരു വ്യക്തി എന്ന നിലയിൽ ഈ സെബാസ്റ്റ്യൻ കോട്ടക്കൽ എന്ന് പറയുന്ന വ്യക്തി അതിക്രമിച്ച് കയ്യേറുകയും ഈ VJ മെഡിക്കൽസിന്റെ അവശ്യ മരുന്നുകൾ ഈ മുറിയിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ഈ മരുന്നുകളൊക്കെ എടുക്കാനായിട്ട് ഇവർക്ക് തടസ്സം നിൽക്കുകയും അതുപോലെ ഇവരുടെ മുറിയുടെ മുമ്പിൽ അദ്ദേഹത്തിന്റെ അഡ്വക്കേറ്റ് ആണെന്നുള്ള ബോർഡ് സ്ഥാപിക്കുകയൊക്കെ ചെയ്തു. പോലീസ് സ്റ്റേഷനിൽ ഈ തർക്കം നിലനിൽക്കുന്നുണ്ട്. പോലീസ് സ്റ്റേഷനിൽ പരാതി രണ്ടു കൂട്ടരുടെ നിലനിൽക്കുമ്പോൾ അദ്ദേഹം ആ പരാതി നിലനിൽക്കുക ഇവിടെ വന്ന് ഈ ബോർഡ് ഇവിടെ സ്ഥാപിക്കുകയും അതുപോലെ തന്നെ ഈ ഷട്ടർ വേറെ താഴിട്ട് പൂട്ടുകയൊക്കെ ചെയ്താൽ പോലീസിനെ വെല്ലുവിളിച്ചുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പൊ പോലീസിനെയും കോടതിയെയും മാനിക്കാത്ത ഈ വ്യക്തിക്ക് എതിരെ എന്ത് ചെയ്യണം എന്ന് ആലോചിക്കാൻ വേണ്ടി ഞങ്ങൾ എല്ലാവരും കൂടെ വന്നു. ഞങ്ങളുടെ അംഗമായ ശ്രീ MT ജോയിക്ക് ഈ കാര്യത്തിൽ പൂർണ്ണമായൊരു സംരക്ഷണം അങ്കമാലി മർച്ചന്റ് അസോസിയേഷൻ നൽകുന്നതാണ്. 2013 ജോസ് എന്ന വ്യക്തിയിൽ നിന്നാണ് അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കോട്ടക്കൽ 278 നമ്പർ മുറി വാങ്ങിയത്. 252 ചതുരശ്ര അടി വിസ്തൃതിയിലുള്ളതാണ് ഈ മുറി. മറ്റൊരു മുറിക്കും അവകാശമില്ലെന്നിരിക്കെയാണ് അഭിഭാഷകന്റെ കയ്യേറ്റമെന്ന് ജോസ് പറയുന്നു. തർക്കവിഷയമായിട്ടുള്ള മുറി 2013 ഇവിടെ 3 മുറി ഉള്ളതിൽ നടുവിലത്തെ മുറി എന്റേതായിരുന്നു. ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. അത് 252 സ്ക്വയർ ഫീറ്റ് വരുന്ന മുറി 2013 സെബാസ്റ്റ്യൻ കോട്ടക്കലിന് ഞാൻ വിറ്റ് എൻ്റെ അവകാശങ്ങൾ ഒഴിഞ്ഞു പോയതാണ് ആ മുറിയിൽ നിന്ന്. അതിനുശേഷം അവന് ആ മുറി മാത്രമേ അങ്ങേർക്ക് അവകാശമുള്ളൂ. അപ്പോൾ ഇത് കഴിഞ്ഞ ദിവസങ്ങളിൽ തൊട്ടടുത്ത മുറിക്കും കൂടെ പുള്ളി അവകാശപ്പെട്ട് ഇവിടെ കിടന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കി പോലീസ് കേസൊക്കെ നിലവിലുള്ളതാണ്. അങ്ങേരെ മുറി അങ്ങേവശത്തുള്ള മുറി അടച്ചുപൂട്ടുകയും അത് വേറെ ആളുടെ കൈവശം ഇരിക്കുന്ന മുറിയാണ്. അങ്ങേർക്ക് അതിനകത്ത് യാതൊരു അവകാശവും ഇല്ല. ഞാൻ 252 സ്ക്വയർ ഫീറ്റ് മുറി മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അതിന് വേറെ ഒന്നിനും അവകാശം ഉന്നയിക്കാൻ എൻ്റെ അറിവിൽ പെട്ടോടത്തോളം ഒന്നുമില്ല. അതാണ് അതിന്റെ സത്യാവസ്ഥ. തർക്കമറിഞ്ഞ് അങ്കമാലി പോലീസും സ്ഥലത്തെത്തി. മർച്ചന്റ്സ് അസോസിയേഷൻ ഭാരവാഹികളായ ബിജു പൂപ്പത്ത്, ഡെന്നി പോൾ, ഫ്രാൻസിസ് തച്ചിൽ തുടങ്ങിയവരും സ്ഥലത്ത് ഉണ്ടായിരുന്നു. എല്ലാത്തരം അഴുക്കിനെയും തുടച്ചുമാറ്റി സുഗന്ധം പരത്താൻ ഇനി എന്നെന്നും ഓർമ്മ പെർഫ്യൂംഡ് ക്ലീനിംഗ് ലിക്വിഡ്. വീടെന്നും സ്വർഗമാക്കാൻ ഓർമ്മ പ്രോഡക്ട്സ്. ഗുണനിലവാരമുള്ള പാദരക്ഷകളുടെയും ബാഗുകളുടെയും വിപുലമായ ശേഖരവുമായി എന്നും നിങ്ങളോടൊപ്പം ഷൂക്രാഫ്റ്റ് ഫുഡ്വെയർസ് ആൻഡ് ബാഗ്സ്, ഓൾഡ് മാർക്കറ്റ് റോഡ്, അങ്കമാലി. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? നമ്മുടെ MV ചാക്കോ ജ്വല്ലറിന്ന്. 70 വർഷത്തെ പാരമ്പര്യല്ലേ? MV ചാക്കോ ജുവല്ലേഴ്സ്, അങ്കമാലി.